ഹലോ, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ യാത്ര മലയാറ്റൂർ കാലടി പ്ലാന്റേഷൻ വഴി ഏറ്റുമുഖം അതിരപ്പള്ളി ഒരു 1 ഡേ ട്രിപ്പാണ്. ഫാമിലിയുമായിട്ടാണ് എൻ്റെ യാത്ര. ഇന്നോവ ക്രിസ്റ്റ വണ്ടിയിലാണ് യാത്ര. 7 ആൾക്ക് സഞ്ചരിക്കാവുന്ന വാഹനമാണ്. അപ്പോൾ പോകുന്ന റൂട്ടുകൾ വളരെ അതിമനോഹരമായ റൂട്ടുകളാണ്. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആനശല്യം അനുഭവപ്പെടുന്ന ഒരു സ്ഥലം അതിരപ്പള്ളിക്കടുത്ത് ഏറ്റുമുഖം എന്നറിയപ്പെടുന്ന എണ്ണപ്പനത്തോട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്നത്തെ യാത്ര. നിങ്ങളെപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ കാണാറുള്ള ആനയുടെ അതിഭീകരമായ കാഴ്ചകളാണ് നമ്മൾ പോകുന്ന വഴിയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആനയെ കാണാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ കാണാൻ പറ്റുമെന്നാണ്. കാരണം ഇപ്പോൾ അതിരൂക്ഷമാണ്, ആനയുടെ ശല്യം അതിരൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ റോഡിലൂടെ പതുക്കെ പോകണമെന്നാണ് അവിടുന്ന് ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞു വിട്ടത്. അപ്പോൾ നമ്മൾ മലയാറ്റൂർ വഴി വരുമ്പോൾ നമുക്ക് പ്ലാന്റേഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ 10 രൂപ ചാർജുണ്ട്. അപ്പോൾ വൈകിട്ട് 6 മണി വരെയാണ് നമുക്ക് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും കടത്തി വിടത്തുള്ളൂ. പൊതുവെ റോഡ് കുറേ മോശമാണ്. അതുകൊണ്ട് തന്നെ വണ്ടി പതുക്കെ ഓടിക്കണം. പിന്നെ നമ്മൾ പ്ലാന്റേഷനകത്തെ കൂടെയാണ് മൃഗശല്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അധികം സ്പീഡിൽ ഓടിക്കാൻ പാടില്ല. പല സ്ഥലങ്ങളിലും ബോർഡൊക്കെ വച്ചിട്ടുണ്ട്, ആനയുണ്ട്, സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കാലടി പ്ലാന്റേഷൻ്റെ റബ്ബർ തോട്ടമാണ്. നല്ല വെയിലുള്ള സമയത്തും ഒരു വെയിൽ കടന്നു വരാത്ത രീതിയിലുള്ള ഒരു പ്ലാന്റേഷനാണ് കാലടി പ്ലാന്റേഷൻ. ഇത് ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഈ വഴി പരിചിതമായിട്ടുള്ളൂ. അവിടെ ഒരു മയിലിനെ കണ്ടിരിക്കുന്നു. വളരെ ഹാപ്പി ആയിട്ടാണ് മയിലിരിക്കുന്നത്. നല്ലപോലെ ഭക്ഷണം അവിടുന്ന് കിട്ടുമെന്നും തോന്നുന്നു. വളരെ ഉഷാറാണ്. എന്തായാലും മയിലിനെ നമുക്ക് കാണാൻ പറ്റി. വളരെ സന്തോഷം. പിള്ളേർ ഹാപ്പിയാണ്. അപ്പം എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അളിയനും പിള്ളേരും എൻ്റെ ഫാമിലിയുമാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരെ വീഡിയോ തീരുന്നത് വരെ നിങ്ങൾ വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ, ലൈക്ക്, കമൻസ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ വഴി ഒരുപാട് വീഡിയോസുകൾ വരുന്നതാണ്. ഒത്തിരി എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചാനലാണ്. സമയപരിമിതി കൊണ്ട് അങ്ങനെ സാധിക്കുന്നു, അങ്ങനെ പറ്റുന്നുണ്ട്. ഇതൊരു ചായക്കട, പ്ലാന്റേഷനുള്ളിൽ ചായക്കടയാണ്. അവിടെ നല്ല ബീഫ് കറിയും പൊറോട്ടയും കിട്ടും. ഈ വരുന്ന ജംഗ്ഷനിൽ നിന്ന് റൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അയ്യമ്പുഴ അങ്ങനെയുള്ള റൂട്ടിലേക്ക് പോകുന്നതും നല്ലൊരു എണ്ണപ്പനത്തോട്ടത്തിൽ കൂടെ ഭയങ്കര രസകരമായ യാത്രയാണ് റൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ പോകുന്നത് അതിരപ്പള്ളി ആ റൂട്ടിലേക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു. അപ്പോൾ ഞങ്ങളങ്ങനെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് നിങ്ങൾക്ക് പൊതുവെ കാണാം, കുറച്ച് കട്ടറൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ടാറിട്ട റോഡാണ്, വീതിയുണ്ട്, സൈഡ് കൊടുക്കാനുള്ള വീതിയൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് പോകാൻ കുഴപ്പമില്ല. പക്ഷേ റോഡ് കുറച്ച് വേണ്ടി ഒന്ന് ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. കാരണം മഴയായതുകൊണ്ടാണ് തോന്നുന്നു. റോഡ് ടാർ ചെയ്തായിരുന്നതാണ്. മഴയായതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. ഒത്തിരി സഞ്ചാരികൾ ഇതിലൂടെ നാട്ടുപ്രദേശത്തുള്ളവരൊക്കെ വരുന്നുണ്ട്. അറിയാവുന്ന ആൾക്കാർ. ഇത് പുറത്തേക്ക് ഈ വഴി റൂട്ടൊക്കെ പുറത്തേക്ക് ആളുകൾ മനസ്സിലാക്കി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ആളുകൾക്ക് ഓരോരോ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നല്ല ചുറ്റുപാടുകളും കാഴ്ചകളും ഉള്ള നല്ല സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്താനായിട്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണപ്പന തോട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്ത് സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എണ്ണപ്പനയാണ്.
അപ്പോൾ എന്താണ് ഈ എണ്ണപ്പന എന്ന് പറയുന്ന കാര്യം, അതിൻ്റെ ഉപയോഗം എന്താ എന്നൊക്കെ എല്ലാവർക്കും ഇവരിവിടെ കുറച്ച് ആളുകൾ നോക്കിപ്പോണ്ട് എന്താണെന്ന് അറിയില്ല. ഇവിടെ ആനയുണ്ടോ അതോ ഒന്നും വല്ല കമ്പനി ഓടിയേക്കണമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ 1-2 വണ്ടികൾ ഞാൻ ഇപ്പോൾ റോഡിൽ കണ്ടു. അപ്പോൾ ഈ പുറത്തുനിന്നുള്ള ആളുകളല്ല, ഇവിടെയൊക്കെ ലോക്കാലിറ്റിയിലെ ആളുകളാണ് ഇപ്പോൾ ഇതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് ഇതിൻ്റെ ഇതെല്ലാം പോകുന്നേ ഉള്ളൂ. ആളുകൾ ഷെയർ ചെയ്യുന്നതനുസരിച്ചായിരിക്കും. അപ്പോൾ അതിരപ്പള്ളിക്ക് പോകുന്നവരൊക്കെ ഇതിൽ വന്ന് പോകുന്നത് നല്ലതായിരിക്കും. നല്ലൊരു കാഴ്ചയും ആയിരിക്കും. ഇതിലൂടെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കണമൊക്കെ സൗകര്യമുണ്ട് അവിടെ. അപ്പോൾ നല്ല ക്ലിയറായിട്ടുള്ളൊരു നല്ല രസമുള്ള ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. സൈനിങ് ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ വഴി സൂക്ഷിച്ച് പോകണം. ആനയുണ്ട്. ഈ വഴി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമുക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ വഴിയുടെ എൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റുമാവ് പാലമാണ്. ആ പാലത്തിന് മുമ്പായിട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി നിർത്തേക്കാണ്. ഇവിടെ ഒരു എണ്ണപ്പനയുടെ കൊല ഇവിടെ താഴെ വെട്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഇത് മൂത്ത് കഴിയുമ്പോൾ ഈ കൊലകൾ ഇങ്ങനെ തോട്ടി വെച്ച് വലിച്ച് താഴെ ഇട്ടിട്ട് അതിങ്ങനെ കൂട്ടി വയ്ക്കും. എന്നിട്ട് പിന്നെ വണ്ടി കൊണ്ട് വന്നിട്ട് എടുത്തിട്ട് പോകാനാണ് പതിവ്. അപ്പോൾ അത് നിങ്ങളെ ഇതെന്താണ് എണ്ണപ്പന എന്ന് പറഞ്ഞാൽ അതിൻ്റെ കായികനി എന്താണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് പലർക്കും ഒരു ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നത് ഇത് എണ്ണപ്പനയെ കൊണ്ടാണ് പാം ഓയിൽ ഉണ്ടാക്കുന്നത്. പാം ഓയിൽ, നല്ല പാം ഓയിൽ എന്ന് പറഞ്ഞാൽ എണ്ണപ്പന. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എണ്ണപ്പനയിൽ നിന്നും എണ്ണപ്പന തോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലടി പ്ലാന്റേഷനാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണ് ഏറ്റവും കൂടുതൽ പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടുത്തെ എണ്ണപ്പന കായകൾ കൊണ്ടാണ്. അതിൻ്റെ പ്രോസസ്സിങ് രീതികളെ എനിക്കറിയത്തില്ല. ഞാനും ഇപ്പോൾ ഈ അടുത്ത നാളുകളായിട്ടാണ് മനസ്സിലാക്കിയത് ഈ കായ കൊണ്ട് എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി. ഇന്നോവ ക്രിസ്റ്റ. വേറൊരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് എണ്ണപ്പനക്കായ. ഈ എണ്ണപ്പനക്കായാണിത്. ഇതിൽ നിന്നാണ് പാം ഓയിൽ വേർതിരിക്കുന്നത്. ഇത് നമ്മൾ എടുക്കുമ്പോഴേ തന്നെ നമ്മുടെ കൈമേക്കൊരു എണ്ണമയം വരും. ഞാനത് എടുത്ത് കാണിക്കാം. ഭയങ്കര ഒരു മണമുണ്ട് ഇതിന്. നമുക്കത്ര സുഖമുള്ളൊരു മണമല്ല. പാം ഓയിലിൻ്റെ ഒക്കെ മണം നമുക്ക് അറിയില്ല. ആ ഒരു മണം തന്നെയാണ് ഇതിനുള്ളത്. വേറെ ഒരു പനയുടെ കടയ്ക്ക് കുറേ വെട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ണെത്താ ദൂരത്തോടത്തോളം ഇങ്ങനെ പനങ്ങൾ വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾ ഏഴാറ്റുമുഖം പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് അതിരപ്പള്ളിക്ക് പോകുന്ന വഴിയാണ്. ഇത് ചാലക്കുടി പുഴയുടെ കുറുകെയുള്ള പാലമാണ് ഏഴാറ്റുമുഖം പാലം. അപ്പോൾ ഈ പാലം കയറി ചെന്ന് ചാടുന്നതാണ് ചാലക്കുടി അതിരപ്പള്ളി റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഈ പാലം കയറി ചെന്ന് ചാടുന്നത് ചാലക്കുടി അതിരപ്പള്ളി റോഡിലാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സ്നോ സ്റ്റോം എന്ന് പറയുന്ന വളരെ പ്രശസ്തി ആർജിച്ച ഒരു ഔട്ട്ഡോർ പാർക്ക്. ഔട്ട്ഡോറും ഇൻഡോറും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഔട്ട്ഡോറാണ് മെയിനായിട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ആസ്വദിക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോയിൽ അത് കാണാം. ഞാൻ പാർക്കിനകത്തേക്ക് കയറുന്നില്ല. ടൈം കുറവായതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഈ സ്നോ സ്റ്റോം എന്ന് പറയുന്ന ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിലെ ഏഴാറ്റുമുഖം പാലത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു ഔട്ട്ഡോർ പാർക്കാണ്. അവിടെ കുട്ടികളെ കൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു സ്ഥലമാണ്. ടിക്കറ്റ് റേറ്റ് ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ ഇതുവരെ അവരെ കയറിയിട്ടില്ല. ഒരു പക്ഷേ കയറാത്തത് ഇവിടെയൊക്കെ അടുത്ത് കിടക്കുന്നതുകൊണ്ടായിരിക്കാം.
അപ്പോൾ ഇത് റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ അതിരപ്പള്ളി, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ചാലക്കുടി. ഓക്കെ, നിങ്ങൾ റൂട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അതിരപ്പള്ളിക്കുള്ള റൂട്ടിൽ മുമ്പോട്ട് പോയിട്ടിരിക്കുകയാണ്. കുറച്ച് ഒരു 100 മീറ്ററൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു, സാധാരണ ഷാപ്പിൽ കള്ള് കുടിക്കാനൊക്കെ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അത് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും, പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ നല്ല അടിപൊളിയൊരു ഷാപ്പുണ്ട് പോകുന്ന വഴിക്ക്. ആ ഷാപ്പിൽ കയറി കള്ള് കുടിക്കാം, നല്ല സൂപ്പർ ഭക്ഷണം. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് സംഭവം ഉള്ളത്. നല്ല കുറ്റി കള്ളാണ് കിട്ടുന്നത്. നല്ല നമ്മൾ മുളയിലാണ് ആ കള്ള് കിട്ടുന്നത്. അപ്പോൾ അതേ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കള്ള് ടോഡി ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതാണ് കള്ള് ഷാപ്പ് കേട്ടോ. അപ്പോൾ ഇത് വരുന്നവർ ശ്രദ്ധിക്കുക. നല്ല ഫുഡ് കിട്ടും, നല്ല സൂപ്പർ ഫുഡുകളാണ്, നല്ല കള്ള് കിട്ടും, സൂപ്പർ കള്ളാണ്. രാവിലെ എന്നല്ല വൈകിട്ടല്ല, നല്ല സൂപ്പർ കള്ള് കിട്ടും. പിന്നെ ഞാൻ കള്ള് കുടിക്കാൻ ആരും പ്രോത്സാഹിപ്പിക്കുകയല്ല, അങ്ങനെ അതിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, പുതിയതായിട്ട് ആരും അതിനകത്ത് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കി കാണുന്നത് വേണമെങ്കിൽ പറയാം നമ്മുടെ വാൽപ്പാറ, മലക്കപ്പാറ ആ ഒരു പ്രദേശത്തെ മലനിരകളാണ് കാണുന്നത്. അപ്പോൾ അതിരപ്പള്ളിയിലൊക്കെ ഞങ്ങൾ പോയെങ്കിലും ഞങ്ങൾ ഫോട്ടോസൊന്നും എടുത്തില്ല. ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് വരുന്ന സമയം ഒത്തിരി വൈകിപ്പോയി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നു. ഞങ്ങൾ ഏറ്റവും പാലത്തിൽ നിർത്തി. അന്ന് ഇവിടുത്തെ ആ ചാലക്കുടി പുഴയിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് എഴുതി. ഇപ്പോൾ നാട്ടിൽ മഴയുണ്ടെങ്കിലും പുഴയിൽ വെള്ളം ഇപ്പോൾ കുറവാണ്. ഒരു പക്ഷേ ഡാമൊന്നും തുറക്കാത്തതുകൊണ്ടായിരിക്കാം എന്നറിയത്തില്ല, എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണാം. ഇത് ചാലക്കുടി പുഴ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പുഴയാണ്. ഇതിൽ ചെറിയ ചീങ്കണ്ണിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, മുതല. അപ്പോൾ ഇതിലൊക്കെ ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. ചില പാറകൾക്ക് ഗർത്തങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെ അപകടങ്ങൾ ഒത്തിരി പതിയിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ കൂടാതെ ആനകൾ എപ്പോഴും ക്രോസ് ചെയ്യുന്ന ഒരു പുഴയാണ് ഇപ്പോൾ. അപ്പോൾ ഏത് നേരവും നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് വളരെ പരിചയമില്ലാത്തവരാരും ഈ പ്രദേശങ്ങളിൽ വന്ന് ഇറങ്ങരുത്. ഇപ്പോൾ ഇവിടെ താഴെ കുറേ പിള്ളേരൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട്, യാത്രക്കാർ. വളരെ സുന്ദരമായൊരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ്. ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാം. ഇവിടെ പിന്നെയും വെള്ളം വരുന്നുണ്ട്. വെള്ളം അങ്ങനെ അതാ നോക്കൂ. കുട്ടികൾ എത്രയോ കാര്യമൊക്കെ കൊള്ളാം. നമുക്ക് സേഫ്റ്റി ആണെന്ന് തോന്നുന്നെങ്കിലും എവിടെയാണ് അപകടം ഇരിക്കണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റാവുന്നതും വിശ്വസിക്കാൻ പറ്റാവുന്നതുമായ സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ, അല്ലാതെ ഇറങ്ങരുത്. ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ എന്നും പറഞ്ഞിട്ട് ഓടിച്ചാടി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എവിടെയാണ് അപകടം പതിയിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒരുപാട് അപകടങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാർ, പിള്ളേർ പ്രത്യേകിച്ച് സൂക്ഷിക്കുക. ഒറ്റപ്പെട്ട ആരും തന്നെ പോകരുത്. അപ്പോൾ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ചാലക്കുടി പുഴ എന്ന വളരെ അതിസുന്ദരമായ ഒരു പുഴയാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് ചാലക്കുടി മൊത്തം വെള്ളം കയറിയത്. അപ്പോൾ എത്രമാത്രം വെള്ളം നമുക്ക് 2018 പ്രതിഭാസത്തിലൂടെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ പിള്ളേർ എന്നോട് പറഞ്ഞു, അപ്പോൾ ഞങ്ങളൊന്ന് പോയി എടുത്തോട്ടെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അലൗഡ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ നമ്മൾ പരിചയമില്ലാത്തടത്ത് ചെന്ന് ഇറങ്ങണത് ശരിയല്ല. നമുക്ക് ഫോട്ടോകളൊക്കെ നമുക്ക് എടുക്കാം,
നമുക്ക് എടുക്കാൻ പറ്റാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. പരിചയമില്ലാത്ത സ്ഥലങ്ങളിലും നമ്മുടെ മക്കളെ ഇറക്കി വിടാൻ അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്നും പിന്തിരിപ്പിക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ തന്നെ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ അതിനെ ഇടവരുത്താതെ നമ്മൾ അവരെ കാത്തു സൂക്ഷിക്കുക. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇഴാറ്റുമുഖം പാലം കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ ഇഴാറ്റുമുഖം പാലം കഴിഞ്ഞ് വലത്തോട്ടുള്ള വഴിയിലേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആന നിൽപ്പുണ്ട്, ഇവിടെ ആളുകളുണ്ട്. ഈ ആന ഇപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഇത് ഇച്ചിരി ദൂരെ നിൽക്കണോണ്ട് സൂം ചെയ്തിട്ടും അത്ര ക്ലിയറായിട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് കാണാൻ ഒരു പൊട്ടുമാതിരി ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. കണ്ടോ, അവിടെ ഒരു ആന അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന കാണാം. 2 എണ്ണം ഉണ്ട് അവിടെ. സൂം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല. കണ്ടോ, ആ നിൽക്കുന്നത് ഒത്തിരി ആളുകൾ വഴിയിൽ നോക്കി നിൽപ്പുണ്ട്. പക്ഷെ അവരെ അധികം നോക്കി നിൽക്കുന്നത് ശരിയല്ല. കാരണം അവരിങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്താ ഇത്ര ആളുകളെ കൂടി എടുത്ത പിടിച്ചോന്നും പറഞ്ഞിട്ട് ഓടാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആകും, കാലുടക്കി താഴെ വീഴും, ആന ചവിട്ടിക്കൂട്ടും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ